അപ്പോൾ ആപ്പിളിൻ്റെ അപ്കമിങ് അപ്ഡേറ്റ് ആയിട്ടുള്ള 17.5 അപ്ഡേറ്റ് നിലവിൽ അതിൽ ലാസ്റ്റ് ബേറ്റ വേർഷൻ ആയിട്ടുള്ള റിലീസ് കാൻഡിഡേറ്റ് വേർഷനിലാണ്, RC വേർഷനിൽ. അത് ബേറ്റ റൺ ചെയ്യുന്ന ഡിവൈസുകളിൽ അല്ലെങ്കിൽ ബേറ്റ റൺ ചെയ്യുന്ന യൂസേഴ്സിന് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടാകും. ഈ ഒരു കാര്യത്തെപ്പറ്റി ഓൾറെഡി പല വീഡിയോസിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും ഒന്നും കൂടെ പറയാം. നമുക്ക് ബേറ്റ വേർഷൻ 2 തരത്തിലുണ്ട്, പബ്ലിക് ബേറ്റ, ഡെവലപ്പർ ബേറ്റ. സോ ആ ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ബേറ്റ ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ അതുണ്ടാകും. ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഡിവൈസിൽ 14 പ്രോയിലാണ് ഞാൻ ഈ ഒരു ബേറ്റ വേർഷൻ റൺ ചെയ്യുന്നത്. 17.5 അപ്ഡേറ്റ് 21F79 എന്നുള്ള അതിൻ്റെ RC വേർഷൻ, റിലീസ് കാൻഡിഡേറ്റ് വേർഷനാണ്. സോ അങ്ങനെ നോക്കുമ്പം അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച, നാളെ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് മൺഡേ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് അവൈലബിൾ ആവുന്നതായിരിക്കും നമ്മുടെ എല്ലാ ഡിവൈസുകളും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു iPhone 14 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 17.5 അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 17.5 അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്ന സൈസ് എന്ന് പറയുന്നത് ഇതൊരു RC വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 6.36 GB ആണ് ഈ ഒരു iPhone 14 വന്ന്. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസുകളും മോഡലുകളും അനുസരിച്ച് ഈ അപ്ഡേറ്റ് സൈസ് കുറഞ്ഞും കൂടിയും വന്നിരിക്കാം. രണ്ടാമത് സ്ഥിരം യൂസേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു അപ്ഡേറ്റ് വന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതുപോലെ ചിലപ്പം എറർ മെസ്സേജ്, ഒന്നെങ്കിൽ അപ്ഡേറ്റ് ഫെയിൽ ആയെന്ന് വരാം, അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാതെ വരാം, അതുപോലെ ഡിവൈസിൽ സ്റ്റോറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോംപ്റ്റും നമുക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. നിങ്ങളുടെ ഡിവൈസ് വഴി OT അപ്ഡേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഫോണിൻ്റെ സ്റ്റോറേജ്, ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾ പ്രീവിയസ്ലി എന്തെങ്കിലും ബേറ്റ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റുകളെല്ലാം റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ പോവുക, ഫോൺ സ്റ്റോറേജ് ഓപ്ഷനിൽ പോവുക. ഫോൺ സ്റ്റോറേജ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല പക്ഷേ ഡൗൺലോഡ് ചെയ്ത് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നോർമലി ഡിലീറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ നമുക്ക് സ്റ്റോറേജ് സേവ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള ഉപയോഗിക്കാത്ത എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് നിങ്ങൾ സ്റ്റോറേജ് കീപ്പ് ചെയ്യുക. രണ്ടാമത് നമുക്കിപ്പം 20% മുകളിൽ മതി നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ്. മൂന്നാമത്തെ കാര്യം നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതോടൊപ്പം ഹോട്ട്സ്പോട്ട്, മറ്റൊരു ഫോണിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഹോട്ട്സ്പോട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ പ്രോപ്പറായിട്ടുള്ള വൈഫൈ തന്നെ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഇങ്ങനെ ചെയ്യുന്ന OT അപ്ഡേറ്റ് അല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ക്ലീൻ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ പറയുവാണ്, നമുക്ക് iTunes ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് മാക്കിലും വിൻഡോസിലും നമുക്ക് iTunes ഉപയോഗിച്ച് ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡിവൈസിൻ്റെ ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ, ബഗ്സ്, ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ബഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല പ്രോബ്ലംസിനും ഉള്ള ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് iTunes ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ഒരു ക്ലീൻ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതാണ്. iTunes ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഡിവൈസിൻ്റെ ഡാറ്റ, ഫുൾ ഡാറ്റ ബാക്കപ്പ് എടുത്ത് വെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇൻ കേസ് ഡിവൈസ് ഡിസ്കണക്റ്റ് ആവുമോ ബ്രിക്ക് ആവുമോ ചെയ്താൽ സകല ഡാറ്റ നഷ്ടപ്പെടും. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ iTunesലേക്ക് തന്നെ ബാക്കപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ iCloudലേക്ക് പോയി ഇതുപോലെ iCloudലേക്ക് ഡാറ്റ ബാക്കപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന മറ്റൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇതിലെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ട ഒരു കമൻറ്റാണ് ഇത്. സോ ഈ ഒരു കാര്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. ഇതിൽ ഈ ഒരു കമൻറ്റ് ഇട്ട ആൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഐഫോണിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ഒന്നും ഇല്ല. അതായത് എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡിങ് ഇല്ല, റെൻഡർ ചെയ്യുന്ന സമയത്തും നമുക്ക് വേറൊരു ആപ്പിലേക്കോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. സോ ഇത് രണ്ട് സിനാരിയോസ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ആപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുക എന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഡൗൺലോഡിങ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ പോസ് ആവും. അത് iOSൻ്റെ ഒരിക്കലും ലിമിറ്റേഷൻ അല്ല, ആ ആപ്ലിക്കേഷൻ്റെ, ആ ടെലഗ്രാമിൽ നിന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ലിമിറ്റേഷനാണ്, അല്ലെങ്കിൽ ഡെവലപ്പർ കൊടുത്തേക്കുന്ന ലിമിറ്റേഷനാണ്. അതൊരിക്കലും iOSൻ്റെ അല്ല. കാരണം iOSൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഓൾറെഡി എനേബിൾഡ് ആണ്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, റെൻഡറിങ് എന്നുള്ള പരിപാടി, അതായത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അത് റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കുന്ന ആ ഒരു പരിപാടി, അത് നമുക്കറിയാം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പറയും എക്സിറ്റ് ചെയ്യല്, അത് അവിടെ തന്നെ റെൻഡറിങ് കംപ്ലീറ്റ് ആകുന്നവരെ നമ്മൾ അതിൽ നിൽക്കാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഐഫോണല്ല ആപ്പിളിൻ്റെ ഏത് ഡിവൈസ് എടുത്താലും ഇതിൻ്റെ പ്രോസസ്സറിൽ നമ്മൾ പല ഇവൻറ്റിലും കണ്ടിട്ടുണ്ട് 4 ഹൈ പെർഫോമൻസ് കോർ, 2 അല്ലെങ്കിൽ 4 ഹൈ എഫിഷ്യൻസി കോർ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ 2 രീതിയിലുള്ള കോറുകൾ കൊടുത്തേക്കുന്നത്? അതായത് നമ്മുടെ ഇതുപോലുള്ള വെറുതെ കോളിങ് അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിങ് അല്ലെങ്കിൽ ചെറിയ പരിപാടികൾക്കൊക്കെ ലൈറ്റ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഫങ്ഷൻ ചെയ്യുന്നത് ഹൈ എഫിഷ്യൻസി കോറിലായിരിക്കും. ഹൈ എഫിഷ്യൻസി കോർ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബാറ്ററിയേ ഉള്ളൂ അത് കൺസ്യൂം ചെയ്തിട്ടുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ലൈറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി. എന്നാൽ നമ്മൾ വലിയ ഇപ്പോൾ ഗെയിമിങ്, ഈ പറഞ്ഞ പോലെ ഫോട്ടോ എഡിറ്റിങ്, റെൻഡറിങ്, ഈ ടൈമുകളിൽ കൂടുതൽ പ്രോസസ്സിങ് ഡിമാൻഡ് ചെയ്യുന്നതാണ്.
കൂടുതൽ പവർ അത് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈ എഫിഷ്യൻസി കോറിലല്ല അത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഹൈ പെർഫോമൻസ് കോറിലായിരിക്കും ആ ലെവലിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റെൻഡറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്താൽ അത് നേരെ ഈ പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു ഫ്ലോയെ തടയും. കാരണം ഡിമാൻഡ് കൂടുതൽ എപ്പോഴും കൊടുക്കുന്നത് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിവൈസ് എപ്പോഴും കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈമറി ആപ്ലിക്കേഷൻ ഏതാണോ യൂസർ ഉപയോഗിക്കുന്നത് അതിനായിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കലും റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് പോയിട്ട് മറ്റുള്ള പരിപാടിക്ക് പോകല്ല. കാരണം കൂടുതൽ പ്രോസസ്സിങ് ഇതിന് വേണം. അതുകൊണ്ട് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, കൂടുതൽ പ്രോസസ്സിങ് ഡിമാൻഡ് ആ ചെയ്യുന്ന കാര്യത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് എക്സിറ്റ് ആകല്ല് എന്ന് പറയുന്നത്. ഇനി പ്രീവിയസ് അപ്ഡേറ്റ് ആയുള്ള 17.4.1 അപ്ഡേറ്റിന് ചെയ്തതിന് ശേഷം ധാരാളം യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. അത് പൊതുവേ ഇപ്പം എല്ലാ ഡിവൈസുകൾക്കും, ഒരു പർട്ടിക്കുലർ ഐഫോണിന് മാത്രമല്ല മിക്ക ഐഫോൺ യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്യുന്ന സെയിം കാര്യമാണ് ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ളത്. എന്നാൽ എനിക്ക് പേഴ്സണലി ഹീറ്റിംഗ് എന്നുള്ള ആ ഒരു പ്രോബ്ലത്തെക്കാൾ കൂടുതൽ ഞാൻ ഫേസ് ചെയ്തേക്കുന്നത്, ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് ചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത ഒരു സമയത്തും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതും എപ്പോഴും ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്യുന്നുമില്ല ഈ ഹീറ്റിംഗ് ഇഷ്യൂ. വയർലെസ് ചാർജ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ചെയ്യുന്ന ആ റൂമും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. ചിലപ്പോൾ ചൂടാകാം, ചിലപ്പോൾ ഒട്ടും തന്നെ ചൂടായി ഇല്ല എന്നും വരാം. രണ്ട് ഡിവൈസിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി ഡ്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ എനിക്ക് ഡ്രെയിൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാണ് ഞാൻ ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ, നോർമൽ ചാർജ് അതായത് ഒരു 80% ആണ്, ഞാൻ ലിമിറ്റ് 80 ആണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പം 100% അല്ലെങ്കിൽ 80% ഞാൻ യൂസ് ചെയ്യുമ്പോൾ, നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കത് ബാറ്ററി ഡ്രെയിനിങ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമ്മളൊരു 20%-ഒക്കെ താഴെ പോയി, ഞാനൊരു 10% അല്ലെങ്കിൽ 8%-ലൊക്കെ പോയതിന് ശേഷം വീണ്ടും ഞാൻ ചാർജ് ചെയ്തു ഒരു 30-40%-ലേക്ക് കൊണ്ടുവന്നു എന്ന് വെച്ചു. അവിടുന്ന് വീണ്ടും ഞാൻ യൂസ് ചെയ്താൽ, ഇപ്പോൾ ഒരു 30-35 അല്ലെങ്കിൽ 40% ഞാൻ വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പെട്ടെന്ന് എനിക്കൊരു ഡ്രെയിൻ ഉള്ള പോലെ അല്ലെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് കുറയുന്ന പോലെ എനിക്ക് ഫീൽ വന്നിട്ടുണ്ട്. അത് ഞാൻ 2, 3, 4 തവണ ടെസ്റ്റ് ചെയ്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസും അതോടൊപ്പം എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ള യൂസേഴ്സിന് അത് ഉപകാരപ്പെടും. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നിങ്ങൾ ഒന്നെങ്കിൽ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 80%, ഐഫോൺ 15 സീരീസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലിമിറ്റ് 80 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളൂ. ബാക്കി എല്ലാ ഡിവൈസിലും ഓട്ടോമൈസ് ബാറ്ററി ചാർജിങ് അല്ലാന്നുണ്ടെങ്കിൽ നണ്ണാണുള്ളത്. സോ നിങ്ങൾ 15 സീരീസിൽ ഏതെങ്കിലും ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ലിമിറ്റ് 80 വെച്ചിട്ട് നിങ്ങൾ ചാർജ് ചെയ്ത് നോക്കുക. കാരണം 80% വരെ എത്തിയതിന് ശേഷം നമുക്കങ്ങനെ നോർമൽ യൂസേജിലൊന്നും അത്ര പെട്ടെന്ന് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാകുന്നത് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നാലാമത് 2 തവണ വയർലെസ് ചാർജിങ്ങിലും 1 തവണ വയർഡ് ചാർജ് ചെയ്തപ്പോഴും എനിക്ക് ലഭിച്ച ഒരു നോട്ടിഫിക്കേഷനാണ് ചാർജിങ് വാസ് ഓൺ ഹോൾഡ് ഡ്യൂ ടു ഐഫോൺ ടെമ്പറേച്ചർ. സോ നിങ്ങളുടെ ഡിവൈസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, അതിപ്പം ഒരു പ്രത്യേക 80% അല്ലെങ്കിൽ ഇന്ന പെർസെൻറ്റേജ് എന്നില്ല, ഡിവൈസിൻ്റെ ടെമ്പറേച്ചർ എപ്പം ഹൈ ആകുന്നു ആ ഒരു സമയത്ത് ഡിവൈസിൻ്റെ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാർണിംഗ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ചാർജിങ് ഡിസ്കണക്ട് ചെയ്യുക, ഡിവൈസ് കൂളാകാൻ വെക്കുക, അതിനുശേഷം വീണ്ടും ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു അപ്ഡേറ്റ് വരുമ്പം നിങ്ങൾ ഏത് ഡിവൈസിലാണെങ്കിലും, ഇപ്പം എസ്പെഷ്യലി 13 ഡിവൈസിലൊക്കെ ആണെങ്കിൽ യൂസേഴ്സിന് ഒരു പേടി ഉണ്ടാകും, അപ്ഡേറ്റ് കൊണ്ട് ഡിസ്പ്ലേക്ക് കംപ്ലയിൻറ്റ് വരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പക്ക അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഐട്യൂൺസ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഏത് ഡിവൈസ് ആണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക. ഇപ്പം അങ്ങനെ ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂസ് കംപ്ലയിൻസ് ഒന്നും അധികം ഞാൻ കേൾക്കുന്നില്ല. ഇനി ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. കാരണം പല ആളുകളും ഇത് മുതലെടുക്കുന്നുണ്ട്, ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് യൂസേഴ്സിനെ പേടിപ്പിക്കുന്നുമുണ്ട്. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം 17.5 പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ദിവസം ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.